നമ്മുടെ സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരുപാട് സമയങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ മറ്റുള്ളവർക്കായി സേവനം ചെയ്യാൻ നീക്കിവെച്ചവരാണ്. സ്വന്തം വീട്ടിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സൂക്ഷ്മതയിലും പേടിയിലും സഹോദരിമാർ സാധാരണ ജോലി ചെയ്യുന്നത് ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും. അതങ്ങനെ അള്ളാഹുവിൽ നിന്ന് വലിയ പ്രതിഫലം മോഹിച്ചൊന്നുമല്ലെങ്കിലും സാധാരണഗതിയിൽ സ്വന്തം വീട്ടിൽ പോയാൽ ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ കാര്യക്ഷമതയോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ, പേടിയോടുകൂടെ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും. സ്വന്തം വീട്ടിൽ പോയാൽ സ്വാഭാവികമായും വല്ലാത്തൊരാശ്വാസവും ഇനി ജോലിയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അതിൻ്റെ പേരിൽ ഒരാശങ്കയുമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നിങ്ങൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെയ്യുന്ന സേവനങ്ങളുണ്ടല്ലോ, ജോലികളുണ്ടല്ലോ, ആ ഒരു കാര്യത്തിൽ നിയ്യത്തൊന്ന് നന്നാക്കിയാൽ അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം തീർച്ചയായും അളവറ്റതായിരിക്കും. അള്ളാഹു നിയ്യത്ത് നന്നാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഭയങ്കര കൂലിയാണ്, ചെറിയ പ്രതിഫലമൊന്നുമല്ല. സ്വാഭാവികമായും കാര്യമായി അടുക്കള ജോലി ചെയ്യുന്നവരാണ് സഹോദരിമാർ. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. നിങ്ങളുടെ വീട്ടിലെത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ച്, സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അത് നിയ്യത്ത് നന്നാക്കിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ ഭക്ഷണം ദാനം ചെയ്ത, സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് അതിന് ലഭ്യമാകുന്നത് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നിയ്യത്ത് നന്നാക്കുക എന്നതാണ്. പലപ്പോഴും അടുക്കളയിലെ ജോലി, വീട്ടുജോലികൾ ഒരു ഭാരമായി തോന്നാനുള്ള കാരണം എന്താണ്? നമ്മളിൽ പലരും പഠന കാലഘട്ടം മുതലേ വലിയ സ്വപ്നങ്ങളോടുകൂടെയാണ് പഠിക്കുന്നത്. എനിക്കിന്നാലിന്ന മേഖലയിൽ എത്തിപ്പെടണം, ഇന്നാലിന്ന ജോലി നേടിയെടുക്കണം, ഇന്നാലിന്ന രൂപത്തിലുള്ള ജീവിതമാകണം, അങ്ങനെയൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നു. നമ്മുടെ മക്കളെയും നമ്മൾ ആ നിലയിലാണല്ലോ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷെ ഇലാഹായ റബ്ബിന്റെ ഖലാ പ്രകാരം നമ്മൾ ആ പ്രതീക്ഷിച്ച ജോലിയൊന്നും കിട്ടിയില്ല. പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ജീവിതമല്ല. ഒരു വീട്ടിലെത്തി അടുക്കള ജോലി, ആർക്കൊക്കെയോ ഭക്ഷണം പാകം ചെയ്യുക, ആർക്കൊക്കെയോ വേണ്ടി സേവനം ചെയ്യുക, ഇതിനാണ് നാം വിധിക്കപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അതിൽ അസംതൃപ്തരായാൽ ജീവിതകാലം മുഴുവനും അങ്ങനെ അസംതൃപ്തിയിൽ നമ്മൾ കഴിഞ്ഞുകൂടേണ്ടി വരും. അതുകൊണ്ട് ആ അസംതൃപ്തിയൊക്കെ ഒഴിവാക്കി ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ദുനിയാവും ആഖിറവും സന്തോഷകരമാവാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണെന്ന നിയ്യത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, സംതൃപ്തിയോടുകൂടെ വീട്ടുജോലികൾ ചെയ്യാൻ തുടങ്ങിയാൽ അത് ഏറ്റവും വലിയ മുതൽക്കൂട്ടാകും. പരലോകത്തേക്ക് അത് വലിയ മുതൽക്കൂട്ടാകും. നമ്മുടെ ഭർത്താവിന് വേണ്ടി നമ്മൾ ഭക്ഷണം ഒരുക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മക്ക് വേണ്ടി, ഉപ്പക്ക് വേണ്ടി, ജ്യേഷ്ഠാനുജന്മാർക്ക് വേണ്ടിയൊക്കെ പലപ്പോഴും പലരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു. അൽഹംദുലില്ലാ, ഇതിനൊരു തൗഫീഖ് എനിക്ക് കിട്ടിയല്ലോ, ഇതൊരു സൗഭാഗ്യമാണല്ലോ എന്ന നിലയിൽ കാണുകയും അവരൊക്കെ ഭക്ഷണം കഴിച്ച് വയറ് നിറയുമ്പോൾ നമുക്കതുകൊണ്ട് മനസ്സ് നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് നിയ്യത്ത് നമ്മൾ നന്നാക്കണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇതൊക്കെ ചെയ്യേണ്ടി വരികയും ചെയ്യും. ദുനിയാവിലും ആഖിറത്തിലും അതുകൊണ്ടൊരു സന്തോഷം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവർക്ക് നമ്മൾ ഭക്ഷണം ദാനം ചെയ്ത കൂലിയാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്.
അവരുടെ വയറ് നിറയുന്നു, മനസ്സ് നിറയുന്നു. അൽഹംദുലില്ലാ, അതുതന്നെയാണ് എൻ്റെ ഈ ജോലിയുടെ ശമ്പളം, എൻ്റെ ഈ ജോലിയുടെ പ്രതിഫലം. ആ സന്തോഷം കിട്ടിയാൽ മതി, എൻ്റെ മനസ്സ് നിറയും. ആ ഒരു നിയ്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്. പ്രിയപ്പെട്ട സഹോദരി, പറയുന്ന ഹദീസ് ശ്രദ്ധിക്കണേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, ഖദമത് സൗജഹാ സബഅത അയ്യാം, 7 ദിവസം ഭർത്താവിൻ്റെ വീട്ടിൽ സേവനം ചെയ്തു, ഭക്ഷണം പാകം ചെയ്തു, വീട് വൃത്തിയാക്കി, അടിച്ചു വാരി തുടച്ചു, അവിടെയുള്ള വസ്ത്രങ്ങൾ അലക്കി, അങ്ങനെയുള്ള ജോലികളെല്ലാം ചെയ്താൽ ജല്ല ജലാലായ റബ്ബിന്റെ പ്രതിഫലം ഈ പെണ്ണ് മോഹിച്ചാണിത് ചെയ്യുന്നതെങ്കിൽ നരകത്തിന്റെ 7 കവാടങ്ങളും അവളെ തൊട്ട് അടക്കപ്പെടുന്നതാണ്. വഫുതിഹത് ലഹാ സമാനിയതു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും അവൾക്കായി തുറക്കപ്പെടും. തദ്ഖുലു മിൻ അയ്യിഹാ ശാഅത് ബിഗൈരി ഹിസാബ്, യാതൊരു വിചാരണയുമില്ലാതെ അവൾ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് അവൾക്ക് കടന്നു ചെല്ലാൻ അത് കാരണമാകുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ആലോചിക്കൂ, വീട്ടിൽ സാധാരണഗതിയിൽ ഏറ്റവും ആദ്യം എഴുന്നേൽക്കാരാറാ? ആരാണ്? ഭാര്യയാണ്, ഉമ്മയാണ് ഏറ്റവും നേരത്തെ എഴുന്നേൽക്കാറ്. മറ്റുള്ളവർക്ക് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ചായ ഉണ്ടാക്കുക, ആവശ്യമായ വസ്തുക്കളൊക്കെ ഒരുക്കുക, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക, ഇതല്ലേ നമ്മുടെ സഹോദരിമാർ കാര്യമായി വീട്ടിൽ ചെയ്യുന്നത്? ഏറ്റവും അവസാനം ഉറങ്ങാൻ ബെഡിലേക്ക് പോകുന്നതാരാ? ഉമ്മയാണ്, ഭാര്യയാണ്. വീട്ടിലുള്ള സഹോദരിമാർ അവർ സ്വയം സമർപ്പിതരാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി. അത് ഏറ്റവും വലിയ ഇബാദത്താണ്. നിങ്ങൾ നിങ്ങളുടെ നാവിനെ ഒന്ന് നിയന്ത്രിച്ചാൽ മതി, നല്ലത് മാത്രം പറയാൻ ശ്രദ്ധിച്ചാൽ മതി, 5 നേരം കൃത്യമായി നിസ്കരിച്ചാൽ മതി, ഭർത്താവിൻ്റെ പൊരുത്തം നേടാൻ ആഗ്രഹിച്ചാൽ മതി, കുടുംബത്തിൽ ഐക്യമുണ്ടാക്കാൻ ശ്രമിച്ചാൽ മതി. തീർച്ചയായും നിങ്ങളായിരിക്കും പരലോകത്ത് വിജയികളിൽ ഉൾപ്പെടുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സേവനങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടി സഹോദരിമാർ ചെയ്യുന്നത്. വീട്ടിൽ ഭർത്താവ് ഒരു ദിവസം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ആണുങ്ങളില്ലെങ്കിൽ, പിന്നെ ആ വീട്ടിൽ മര്യാദക്ക് ഭക്ഷണം പോലും പാകം ചെയ്യാൻ സഹോദരിമാർക്ക് മടിയാണ്. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. രാത്രിയുള്ള ചോറ് ബാക്കിയുണ്ടെങ്കിൽ ഇനി നേരം വെളുക്കുമ്പോൾ ആണുങ്ങളാരും കഴിക്കാനില്ലെങ്കിൽ നമുക്കതങ്ങ് ചൂടാക്കി കഴിക്കാം, അതന്നെ ഉച്ചക്കും കഴിക്കാം. ആ നിലയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സ്വയം സമർപ്പിതരായി മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. റഹ്മാനായ റബ്ബ് അതൊക്കെ സ്വീകരിക്കട്ടെ. അതൊക്കെ വലിയ ഇബാദത്താ. ഒരൊറ്റ ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത കാരണത്താൽ സ്വർഗം നരകത്തേക്ക് പോകാൻ സെഫ് കെട്ടി നിൽക്കുന്നിടത്ത് നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു പറഞ്ഞിട്ടില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഏതോ ഒരു മനുഷ്യന് പച്ചവെള്ളം കൊടുത്ത കാരണത്താലാണ് അങ്ങനെ നരകത്തിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നിടത്ത് നിന്ന് ആ സ്വർഗക്കാരൻ്റെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു ഇയാൾക്ക് സ്വർഗം കൊടുക്കുന്നതെങ്കിൽ, അന്യ ആളുകൾക്ക് കൊടുത്താൽ പോലും അങ്ങനെ വലിയ പ്രതിഫലം കിട്ടുമെങ്കിൽ അവനാൻ്റെ കുടുംബത്തിൽപ്പെട്ടവർക്ക് കൊടുത്താൽ അതിന് കിട്ടുന്ന കൂലി എത്രയായിരിക്കും? പക്ഷെ ഒരു കാര്യമുണ്ട്, മടി പാടില്ല. അടുക്കളയിലേക്ക് ഇറങ്ങാൻ ഒരു വീട്ടിൽ സ്ത്രീ മടി കാണിച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ടുള്ള പരീക്ഷണമുണ്ടാകും. അങ്ങനെയാണ് കൂട്ടമായ കുടുംബജീവിതം നയിക്കുമ്പോൾ ഇന്ന് അവൾ എടുക്കട്ടെ, ഇന്ന് അവൾ കാച്ചട്ടെ,
ഇന്നലെ ഞാനല്ലേ ചെയ്തത്, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഇന്നും റബ്ബേ ഇതിൻ്റെ പ്രതിഫലം എനിക്കു തന്നെ കിട്ടണം, ഞാനാവണം ആദ്യം ചെയ്യുന്നത്, ആ ഒരു ചിന്താഗതി ഉണ്ടായാൽ ആയുസ്സിൽ ബറക്കത്തുണ്ടാകും, ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകും. അതൊരു വലിയ മുതൽക്കൂട്ടാകും. എല്ലാത്തിലും അപ്പുറം ആഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാകും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സഹായിക്കട്ടെ.